വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നമ്മളെ പഞ്ചായത്തിൽ വരുന്നത് 18 ബൂത്തുകളാണ്. അതിൽ പോരേടൻ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് 9 ബൂത്തുകൾ, ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് 9 ബൂത്താണ്. എന്നിട്ട് നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ വരുന്ന 9 ബൂത്തിലെ സഖാക്കളാണ് ഇവിടെ കൂടിയിട്ടുള്ള. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ലോക്കൽ കമ്മിറ്റികളായി വിഭജിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ കൺവെൻഷനാണ്. എന്നിട്ട് ആ രീതിയിൽ കുറെ നമ്മൾ ഒന്നിച്ചല്ല 9 ബൂത്തിന്റെ മാത്രമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, നമ്മളെ മണ്ഡലത്തിലും സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം നമ്മളെ നേതാക്കന്മാരിവിടെ വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് കൊണ്ട് അതോടൊപ്പം തന്നെ സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചടയമംഗലത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ചിലതെല്ലാം നമ്മൾ മുടങ്ങിക്കിടന്നത് തന്നെയാണ്. നിർമ്മാണോദ്ഘാടനമെല്ലാം കഴിഞ്ഞ് ചില സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ മിനി സിവിൽ സ്റ്റേഷന്റെ പണി ഫയലിംഗ് ഏകദേശം പൂർത്തിയാവുകയാണ്. 11.25 കോടി രൂപയ്ക്ക് വളരെ നല്ല രീതിയിലാണ് മിനി സിവിൽ സ്റ്റേഷന്റെ പണി ഇവിടെ പൂർത്തിയാവാൻ പോകുന്നത്. വരുന്ന 1 വർഷക്കാലം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് ആ പണി നടക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം നമ്മൾ കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആ പണി നടക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ മന്ത്രിയുടെ 1 കോടി രൂപയും പഞ്ചായത്തിന്റെ 2 കോടി രൂപ ഉൾപ്പെടെ 3 കോടി ചിലവാന രൂപയ്ക്ക് അതിന്റെ പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ 1 കോടി രൂപയ്ക്കാണ് ആ സ്റ്റേഡിയത്തിന്റെ പണി. അത് ഒരു കൺട്രാക്ട് 2 രീതിയിലുള്ള പണികളായിരുന്നു. ഒരു കൺട്രാക്ട് കളഞ്ഞിട്ട് പോയെങ്കിൽ പോലും ഇപ്പം റീടെൻഡറെല്ലാം നടത്തി നല്ല രീതിയിൽ തന്നെ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് പൊളിച്ച് മാറ്റം ചെയ്ത് അതിന്റെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും സബ് ഓഫീസിന്റെ പ്രവർത്തനം 1,38,00,000 രൂപയ്ക്ക് നമ്മളതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ KSRTC സ്റ്റാൻഡിൽ തന്നെ നമുക്കറിയാം, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അവിടെ നമ്മളെ KSRTC സ്റ്റാൻഡിന്റെ സ്ഥലത്ത് തന്നെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് 38 ലക്ഷം രൂപയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ 3 സ്കൂളിനും 3 കോടിയും 4 കോടിയും 2 കോടിയും വെച്ചുള്ള കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. MG സ്കൂളിന്റെ ആയാലും മേഡേജ് സ്കൂളിന്റെ ആയാലും അതോടൊപ്പം തന്നെ വെള്ളൂപ്പാറ സ്കൂളിന്റെ മേഡേജ് സ്കൂളിന്റെ 2 നിലയിലെ കെട്ടിടത്തിന്റെ പണി 1-ാം നില വാർത്ത് കഴിഞ്ഞ് 2-ാമത്തെ നിലയിലെ പണി നടക്കുന്ന രീതിയിൽ ആ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ VW റോഡുകൾ, ഈ പഞ്ചായത്തിൽ വരുന്ന എല്ലാ VW റോഡുകളും 4 കോടിയും ഇപ്പം തന്നെ ഇടയ്ക്കോട് തിരുവഴി പോകുന്ന 4.25 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ ഗണപതിയട മണിയമുക്ക് വഴി പോകുന്ന 4.25 കോടി രൂപയ്ക്ക് അതിന്റെ പണി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞ്. ചടയമംഗലം ഉടുക്കുപാറ അതിന്റെ പാവൂർ വഴി പോകുന്ന 2 കോടി രൂപയുടെ പണി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് ശബരിമല പ്ലാനിൽ ഉൾപ്പെടുത്തി 9.25 കോടി രൂപയ്ക്ക് അതിന്റെ പണി നടക്കുന്നുണ്ട്. കലയം വെട്ടുവഴി വെള്ളൂപ്പാറ 2 കോടി രൂപ അതിന്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തിയായി പണി ആരംഭിച്ചിട്ടുണ്ട്. വെട്ടുവഴിയിൽ നിന്നും കുന്നുംപുറം കൈതോട് പോകുന്ന റോഡിന് 8.25 കോടി രൂപയ്ക്ക്. അങ്ങനെ ഈ പഞ്ചായത്തിലെ മിക്ക റോഡുകളും VW റോഡുകളുടെ പണികളെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വികസന പ്രവർത്തനങ്ങളിൽ 108ഓളം കോടി രൂപ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമ്മളെ ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ഈ നമ്മളെ മന്ത്രിയുടെ സഹായത്തോടു കൂടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ത്രിതല പഞ്ചായത്തിന്റെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സാംകെ ഡാനിയൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായിട്ടിരുന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല, കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വലിയ വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള. അതിന്റെ ഭാഗമായി ചടയമംഗലത്തും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പല രീതിയിലുള്ള നമ്മളെ പദ്ധതി വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ട്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് നിരവധി രീതിയിൽ സംസ്ഥാന സർക്കാരിനെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ആ സമയത്തെല്ലാം
ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ തനത് വരുമാനം ഉൾപ്പെടെ നല്ലതുപോലെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒന്നും മുടങ്ങാത്ത രീതിയിൽ നമുക്കറിയാം. ഈ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം ഭരിച്ചപ്പോൾ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. പവർ കട്ട് ഇപ്പം പരീക്ഷാ സമയമാണ്. 10 വർഷക്കാലമായി നമുക്ക് പവർ കട്ടില്ലാത്ത ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓണപരീക്ഷയ്ക്ക് പോലും കുട്ടികൾക്ക് പുസ്തകം കിട്ടാത്തൊരവസ്ഥ. അന്നത്തെ മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞത് ഓണം നേരത്തെ വന്നതുകൊണ്ട് എൻ്റെ കുഴപ്പമില്ല. ഇപ്പം നമുക്കറിയാം സ്കൂൾ അടച്ചു പോകുമ്പോൾ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് സ്കൂളിന്റെ നിലവാരങ്ങളും പുസ്തകവും വർദ്ധിപ്പിച്ചു. പിന്നെ കുട്ടികളും പുസ്തകം സർക്കാർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നു. അതിനെല്ലാം മാറ്റം വരുത്തി ഈ 10 വർഷക്കാലം കൊണ്ട് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളിലേക്ക് വരുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആശുപത്രിയിൽ തന്നെ ഇപ്പം ഒരു കെട്ടിടം അതുകൊണ്ട് 1 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 600 രൂപയുള്ള പെൻഷൻ 18 മാസം മുടക്കിയ സർക്കാരാണ്. നമ്മൾ പലരും വല്ലപ്പോഴൊക്കെ ഓർമ്മപ്പെടുത്തിയാലേ ചിലർക്ക് അത് ഓർമ്മ വരും. ഇപ്പം 2000 രൂപ ഈ മാസം 4000 രൂപയാണ് കൈകളിലേക്ക് എത്തുന്ന. വിഷുവും കൂടെ പ്രമാണിച്ച് 1 മാസത്തേക്ക് കൂടെ അഡ്വാൻസായി കൊടുക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് ഈ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളും തുടരണോ? അതാണ് ചോദ്യം. ഈ പെൻഷൻ ഉൾപ്പെടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി ഒരുപാട് ആൾക്കാർ നമുക്കറിയാവുന്നവരുണ്ട് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഈ പെൻഷൻ ഈ 4000 രൂപയോടുകൂടി നിർത്തണോ, അതോ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത് വർദ്ധിപ്പിച്ച് 1 മാസം പോലും കുടിശ്ശികയില്ലാതെ വീട്ടിലെത്തിക്കുന്ന ഈ പ്രവർത്തനം തുടരണോ? അതോടൊപ്പം തന്നെ നമ്മളെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് കണ്ട് ഇവിടെ തന്നെ നമ്മളെ പഞ്ചായത്തിന് 2000 അടുപ്പിച്ച ആൾക്കാർക്ക് ഇപ്പം 1000 രൂപ വെച്ച് അവരൊക്കെ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ. അങ്ങനെ ഞാൻ ഓരോന്നും പറയുന്നു മുമ്പോട്ട് പോകുന്നില്ല. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ അന്തസ്സോടുകൂടി നെഞ്ചുറപ്പോടുകൂടി ആരെ മുന്നിലും ചെന്ന് നമ്മളെ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുവാനും നമുക്ക് അനുകൂലമായി വോട്ട് മേടിക്കാനും എല്ലാവരും മുൻകൈയെടുത്ത് മുമ്പോട്ട് വരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ CPIയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അജയനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം CPIയുടെ സംസ്ഥാന നേതാവും അതോടൊപ്പം തന്നെ നമ്മളെ മണ്ഡലത്തിലും നമ്മളെ പഞ്ചായത്തിലുമെല്ലാം എല്ലാ കാര്യത്തിലും എപ്പോഴും നിറഞ്ഞിരിക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഈ ഡിവിഷനിലെ മെമ്പറുമായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് ശ്രീ ശശിധരൻ പിള്ള അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഉണ്ണികൃഷ്ണൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഉണ്ണികൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള JB ബിന്ദു, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ളത്, സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സഖാവ് വെന്നിപ്പുള്ള ഉൾപ്പെടെ LDFന്റെ മുഴുവൻ നേതാക്കന്മാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയലിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ള അധ്യക്ഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഖാവ് അജയൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന സഖാവ് D സന്തോഷ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്തിലെയും നമ്മുടെ നിയോജകമണ്ഡലത്തിലെയും നമ്മുടെ ജില്ലയിലെയും മുൻകാലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രിയങ്കരനായ നേതാവുമായ അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന സഖാവ് ഹരി വി നായർ, വേദിയിലുള്ള കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് സഖാവ് ശശിധരൻപിള്ള, സഖാവ് ജയകുമാർ,
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് വിനീശ്വരിൽ, അതുപോലെ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സമ്മതിദായകരെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിനും മാതൃകയായി നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങളെ, പാവപ്പെട്ട മനുഷ്യരെ, ഏറ്റവും അശരണരും ആലംബഹീനരുമായ മനുഷ്യരെ പോലും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മറുവശത്ത് UDF-ഉം BJP-യും അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള വികസന വിരോധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത്, മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയുന്നത് കേവലമായ ഒരു ഗവൺമെന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപക്ഷെ മാതൃകയായിട്ടുള്ള ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായ ഒരു കേന്ദ്ര ഗവൺമെന്റും ഭരണ സംവിധാനവും സാമ്രാജ്യത്വ നയങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ പട്ടിണിക്കാരായ മനുഷ്യരെ വീണ്ടും കൂടുതൽ പട്ടിണിയിലേക്ക്, പാവപ്പെട്ടവനെ വീണ്ടും അതിദാരിദ്ര്യത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പിന്നാമ്പറങ്ങളുള്ള മനുഷ്യരെ കൂടുതൽ പിന്നാമ്പറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും ജനവിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന് ബദലായിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഗവൺമെന്റ് നാടിനും നമ്മുടെ രാജ്യത്തിനും മാതൃകയായി ഈ കേരളത്തിൽ നിലനിൽക്കേണ്ടത് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. ഇവിടെ നേരത്തെ സഖാവ് സന്തോഷ് പറഞ്ഞു, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. കേവലം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സർവതല സ്പർശിയായ വികസനം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി, അത് കേവലം റോഡുകളുടെ മാത്രം വികസനമല്ല, കുടിവെള്ളം എത്താത്തിടത്ത് ഒറ്റപ്പെട്ടു പോയ ഉന്നതികളിൽ ഉൾപ്പെടെ ഏറ്റവും ഒറ്റപ്പെട്ട ഏറ്റവും വിദൂരമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും പ്രാഥമിക ആവശ്യം, അത് നിറവേറ്റപ്പെടുവാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതികൾ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
കെട്ടുറപ്പുള്ള ഒരു വീടുണ്ടാകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന്റെ സ്വപ്നമാണ്. സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രയാണത്തിന്, ഒരു ലൈഫ് സ്പാനിനുള്ളിൽ നടക്കം സ്വാഭാവികമായി അവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. ഒരുപക്ഷെ വായ്പ എടുത്തായാലും ഒരുപക്ഷെ അവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. പക്ഷെ വായ്പ എടുക്കുവാൻ നിവൃത്തിയില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ ഒരു വീട് സ്വന്തമായി ആ കുടുംബത്തിന്റെ വരുമാനം കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ള സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാൻ കഴിയാത്ത ലക്ഷോപലക്ഷം മനുഷ്യർ അധിവസിച്ച ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ 4 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ആ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വപ്നം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം, അത് നിറവേറ്റുവാൻ കഴിഞ്ഞൊരു ഗവൺമെന്റാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായി ചടയമംഗലത്തും 100 കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കുടിലുകളിൽ അല്ല എങ്കിൽ അന്യന്റെ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞിരുന്ന 100 കണക്കിന് മനുഷ്യർ ഇന്ന് കെട്ടുറപ്പുള്ള ഒരു വീട്ടിൽ കുട്ടികളോടൊപ്പം കഴിയുവാൻ കഴിയുന്ന വിധം നമ്മുടെ നാട്ടിൽ സാധ്യമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുവാൻ ഒരു പിടി മണ്ണ് സ്വന്തമാകുക എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ 1 സെന്റ് ഭൂമി സ്വന്തമായി ഉണ്ടാകുക എന്ന് പറയുന്നത്, അങ്ങനെ ഭൂമിയില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യർ അധിവസിച്ചിരുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇപ്പോഴും അങ്ങനെയുണ്ട്. എന്നാൽ 1957 രാജ്യത്തും ലോകത്തും ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന ഈ കേരളത്തിലാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുവാനുള്ള പരിശ്രമം നടത്തിയത്, നിയമസഭ പ്രമേയം പാസാക്കിയത്. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി പാടത്തും പറമ്പിലും പണിയെടുത്ത ജന്മിമാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് ആ വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ മിണ്ടാപ്രാണികളെ പോലെ കഴിഞ്ഞുകൂട്ടിയിരുന്ന ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി തീർത്തുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി ഒരു തുണ്ട് ഭൂമിയുടെ പ്രതിസന്ധികളെയാണ് നേരിട്ടത്. ആ പ്രതിസന്ധികൾ പ്രകൃതിയുടെ താണ്ഡവത്തിന്റെ, പ്രകൃതിയുടെ ദുരന്തങ്ങളുടെ നിരവധിയായ ദുരനുഭവങ്ങൾ പേറിയ നാടാണ് ഈ കേരളം. 3.5 കോടിയോളം വരുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നായി നിന്നുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നേടിയ നാടാണ് ഈ കേരളം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴാണ് ഓക്കിയുടെ, നിപ്പയുടെ, കോവിഡ് മഹാമാരി ലോകമാകെ പിടിച്ചുകുലക്കി വീടിനുള്ളിൽ മാത്രം ജീവിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ട ലോകത്തിലെ മനുഷ്യരോടൊപ്പം കേരളവും ആ രൂപത്തിലേക്ക് മാറിയത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ച 2018-ഉം 2019 കഴിഞ്ഞു പോയത് ഈ നാളുകളിലാണ്. ഇതാ നോക്കൂ, കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ മനുഷ്യർ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ, അവരെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്ത വിധം, ഓർക്കുവാൻ കഴിയാത്ത വിധമുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും ഇപ്പോഴും നമ്മൾ വയനാടിലേക്ക്, പ്രകൃതിയുടെ വശ്യമനോഹരമായ ഏറ്റവും പ്രധാനപ്പെട്ട നാടായ വയനാടിന്റെ ചുരത്തിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു പോകുന്ന ആളുകളുണ്ട്. വയനാടൻ മേഖലകളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. ആ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന 2 ഗ്രാമം, 100 കണക്കിന് മനുഷ്യർ അധിവസിച്ചിരുന്ന ഗ്രാമം കഴിഞ്ഞ 1.5 വർഷത്തിനു മുമ്പുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ, മലവെള്ളപ്പാച്ചിലിൽ, മേഘവിസ്ഫോടനത്തിൽ, രാത്രിയിൽ
അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ ആ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല, ആ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയ അവസ്ഥ. നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു വീണു. അച്ഛനും അമ്മയും മരിച്ചു വീണു. പിഞ്ചു കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് ആ പ്രകൃതിയുടെ ദുരന്തം ഏറ്റുവാങ്ങി ആ ഗ്രാമങ്ങളിലൂടെ, ആ പ്രദേശങ്ങളിലൂടെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ രോദനം കേട്ടുകൊണ്ടാണ് കേരളം ഉണർന്നത്. ഭാര്യയെ നഷ്ടപ്പെട്ടവർ, ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, അച്ഛനെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ. ഏറ്റവും വലിയ ദുരന്തം ഈ കേരളം കണ്ടിട്ടില്ലാത്ത വിധം അതിഭീകരമായ ദുരന്തം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായി. വീടുകൾ തകർന്നടിഞ്ഞു ചെളിക്കുണ്ടായി മാറി. പള്ളിക്കൂടങ്ങൾ തകർന്നടിഞ്ഞുപോയി. ആശുപത്രികൾ തകർന്നടിഞ്ഞു. അംഗൻവാടികൾ ഇല്ലാതായി. എല്ലാം താൻ ഇതുവരെ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ടെല്ലാം തകർന്നടിഞ്ഞുപോയ ആ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ കേരളം ഒന്നായി നിന്നുകൊണ്ട് ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ എല്ലാം അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മലയാളി പറഞ്ഞു, ഈ വയനാട്ടിലെ മുണ്ടക്കയിൽ ചൂരൽമലയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം കേരളമുണ്ടാകും എന്ന് പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, അതിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായ സഖാവ് കെ രാജനടക്കമുള്ള മന്ത്രിമാർ പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് പറഞ്ഞു, ഇവർ ഒറ്റപ്പെട്ടവരല്ല. ഈ വയനാടിന്റെ, ഈ പറയുന്ന മുണ്ടക്കയിൽ ചൂരൽമലയിൽ ദുരന്തം ബാധിച്ച് മനുഷ്യരെ നഷ്ടപ്പെട്ട, ബന്ധുക്കളെ നഷ്ടപ്പെട്ട ഇവരോടൊപ്പം ഈ കേരളം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ദുരന്തത്തിന്റെ വാർത്ത അറിഞ്ഞു, ലോകമറിഞ്ഞു, രാജ്യമറിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുവാൻ വേണ്ടി ദിവസങ്ങൾ 3 ദിവസം പിന്നിട്ടപ്പോൾ എത്തി. എല്ലാവരും പ്രതീക്ഷിച്ചു. ബിജെപിയുടെ ഗവൺമെന്റ് ഇന്ത്യയുടെ രാജ്യത്തിന്റെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടിറങ്ങി പരിലസിക്കുന്ന നരേന്ദ്രമോദി, കേരളത്തെ കഴിഞ്ഞ 9 വർഷക്കാലം പട്ടിണിക്കിട്ട ഗവൺമെന്റ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും, അതിന്റെ ഭരണഘടനാ നിലപാടുകളെ പോലും, ഫെഡറൽ സംവിധാനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വിവേചനപൂർണമായ സാമ്പത്തിക ഇടപെടൽ നടത്തുന്ന ഈ ഗവൺമെന്റ് ദുരന്തത്തിൽ അങ്ങനെ കാണിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ദുരന്ത ബാധിതരെ നേരിട്ട് സന്ദർശിച്ചു. ഹെലികോപ്റ്ററിൽ നിന്നും താഴെ ഇറങ്ങി അവിടെ ഈ പറയുന്ന ഏറ്റവും ദുഃഖത്തോടുകൂടി കഴിയുന്ന മനുഷ്യരെ സന്ദർശിച്ചു. ചെളിക്കുണ്ടായ സ്ഥലം കണ്ടു. നമ്മൾ വിചാരിച്ചു, ഒരു പ്രധാനമന്ത്രി ഇവിടെ നിന്ന് ഈ ആർത്ത് അലച്ചു നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകത്തില്ല. അങ്ങ് ഫ്ലൈറ്റ് പറന്ന് ഡൽഹിയിൽ ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ പത്രസമ്മേളനം നടത്തും, ഇത്ര കോടി രൂപ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലെ അതിഭീകരമായ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയ മനുഷ്യരുടെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ട്, ആ പ്രദേശം കണ്ട്, അതിനുശേഷം വിമാനത്തിൽ കയറി ഡൽഹിയിൽ പോയി ഒരു പത്രസമ്മേളനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു പ്രഖ്യാപനവും നടത്തിയില്ല. അതിനുശേഷം ബീഹാറിനും ആന്ധ്രയ്ക്കുമെല്ലാം പ്രത്യേക പാക്കേജ് കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വേണ്ടി നിലപാടെടുത്തെങ്കിൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ബിജെപിക്ക് അംഗബലമില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു, കേരളത്തിന് പ്രത്യേകമായ പാക്കേജ് ഇല്ല, വയനാടിന് പ്രത്യേകമായ പാക്കേജ് ഇല്ല. പക്ഷെ തളർന്നു പോയില്ല ഈ ഗവൺമെന്റ്, തളർന്നു പോയില്ല ഈ കേരളത്തിലെ ജനത. അവർ ഒരുമിച്ച് നിന്നു. ഗവൺമെന്റും ഈ നാട്ടിലെ ജനതയും എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് കൈവിട്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുവാൻ പോലും തയ്യാറായില്ല എങ്കിലും ഈ വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെ
അവരുടെ വിയോഗത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കഴിയുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ഇതാ നോക്കൂ, മതസാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വയനാട് പരിസ്ഥിതി ലോല മേഖലയാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഭൂമി കണ്ടെത്തുവാൻ നിരവധിയായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം ഉള്ളപ്പോഴും, കോടതി കയറിയിറങ്ങിയപ്പോഴും കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് വീണ്ടെടുത്ത് നിയമം മൂലം ഏറ്റെടുത്തുകൊണ്ട് ആ പണം ഒരു ദിവസം കൊണ്ട് കെട്ടിവെച്ച് വെറും പ്രഖ്യാപനമല്ല, പാഴ്വാക്കല്ല, ഗവൺമെന്റ് പ്രഖ്യാപിച്ചവർക്ക് ടൗൺഷിപ്പ്, അവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല, ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ആ പ്രദേശത്തെ മനുഷ്യർക്ക് ആ ടൗൺഷിപ്പിൽ വീടുകൾ, മാർക്കറ്റ്, ആശുപത്രി, അംഗൻവാടി, സ്കൂള് എല്ലാം നിർമ്മിച്ചുകൊണ്ട് ആ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കി. ഇന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഏതൊരു സഞ്ചാരിയും ആ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിൽ പണിതുയർത്തിയ ആ വീടുകൾ കൂടി, ആ ടൗൺഷിപ്പ് കൂടി കണ്ടുകൊണ്ടാണ് വയനാടിന്റെ ചുരമിറങ്ങി തിരിച്ചു വരുന്നത്. അത് മലയാളി മാത്രമല്ല, ഇന്ത്യയിൽ കേരളത്തിൽ വരുന്ന ഏത് സഞ്ചാരിയും, വയനാട്ടിലേക്ക് പോകുന്ന സഞ്ചാരിയും അത് കാണും. കാര്യം ഇന്ത്യക്ക് തന്നെ ഒരു പ്രത്യേകതയാണ്. എല്ലാ വിശദാംശങ്ങളിലും പോകില്ല. ഇവിടെ കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പണം പിരിച്ചു. CPIM-ഉം CPI-യും DYFI-യും AIY-യും വ്യാപാരി വ്യവസായികളും സന്നദ്ധ സംഘടനകളും മതസംഘടനകളും എല്ലാം പണം പിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പക്ഷെ കോൺഗ്രസ് പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ ഈ ഗവൺമെന്റ് പണം കൊടുക്കില്ല, ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല, ഞങ്ങൾ സ്വന്തമായി വീട് നിർമ്മിച്ചത്. പ്രിയപ്പെട്ടവരെ, 1.5 വർഷം കഴിയുമ്പോഴും ഒരു വീട് മാത്രമല്ല, ഒരു വീടിന്റെ കല്ലിടാൻ പോലും കഴിയാത്ത വിധം ഈ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മലയാളിയെ അപമാനിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഇത്രയും നീചമായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണില്ല. അവരാണ് പറയുന്നത്, ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയുന്നത്, എടാ, കേരളത്തിലെ മനുഷ്യരുടെ കയ്യിൽ നിന്നും പിരിച്ച പണം, ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുന്ന പണം, അവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ 1.5 വർഷം കഴിഞ്ഞിട്ടും കഴിയാതിരിക്കുന്നവർ പറയുകയാണ്, ഞങ്ങൾ ഇനിയും ഗവൺമെന്റ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ KSRTC, നമ്മുടെ സ്ത്രീകൾ, എന്നെ മുന്നിലിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാം സൗജന്യ. നിങ്ങൾ എവിടെ നൽകിയിട്ടുണ്ട്? KSRTCയെ സംരക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഐക്യജനാധിപത്യമുണ്ട് കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ KSRTCയുടെ നിലപാടെന്തായിരുന്നു? ശമ്പളം മേടിക്കുമായിരുന്നു. ഇപ്പോ മാസാമാസം ശമ്പളം മേടിക്കുന്ന തരത്തിലേക്ക് KSRTCയെ മാറ്റി തീർക്കുമ്പോൾ പറയുക ഞങ്ങൾ സൗജന്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തകർക്കുമെന്ന്. അതാണ് കോൺഗ്രസ്, അതാണ് UDF. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയല്ല. ഇവിടെ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം, വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷ രംഗത്ത്,